ഹായ് ഹലോ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ പുതിയ വീഡിയോ. അതായത് 2011 ശേഷം ഒരു പുതിയ സെൻസസ് വരുന്നു. അതായത് ജൂൺ 16 2026 ജൂൺ 16 മുതൽ, ഈ മാസം 16 മുതൽ കേരളത്തിൽ പുതിയ ജനസംഖ്യ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വിഭവ അടിസ്ഥാനത്തിലുമുള്ള ഒരു സെൻസസ് വരുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിലെല്ലാം ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഡിജിറ്റൽ സർവേ ഈ മാസമാണ്. ഡിജിറ്റൽ സർവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോൺ വഴിയോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമുക്ക് ഓൺലൈൻ വഴി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഉദ്യോഗസ്ഥർ വീടുകളിൽ കയറി നമ്മുടെ രേഖകൾ പരിശോധിക്കുകയും അവർ ഓക്കെ അടിക്കുകയും ചെയ്യുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ സെൻസസ് എന്നത് വളരെ സങ്കീർണമായതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 16ാമത് നടത്തുന്ന ഈ സെൻസസിൽ ജാതി സെൻസസും അതുപോലെ ഡിജിറ്റലൈസ്ഡ് സെൻസസുമായിരിക്കും. അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളായ TV, ഇലക്ട്രിസിറ്റി, ഗ്യാസ് തുടങ്ങിയിട്ടുള്ള ഒരു വീട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയും അത് ഉൾക്കൊള്ളിച്ചത് കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസസ് ആണ് ഇനി നടക്കാൻ പോകുന്ന സെൻസസ്. പല സംസ്ഥാനങ്ങളിലും സെൻസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ ഇനി വരുവാൻ പോകുന്നുണ്ട്. 2021 ശരിക്കും സെൻസസ് എടുക്കേണ്ടത്. എന്നാൽ കോവിഡിൻ്റെ സാഹചര്യത്താൽ അത് നീട്ടി 2026 മാറ്റുകയായിരുന്നു. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺലൈൻ വഴിയാണ് സെൻസസ്. അതിൻ്റെ എന്യൂമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നോക്കാം. കേരളത്തിൽ ഇത് തുടങ്ങിയിട്ടില്ലെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് കഴിഞ്ഞിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വെബ്സൈറ്റും അതുപോലെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റിലാണ് എത്തുക. അവിടെ നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. തുടർന്ന് ക്യാപ്ച കൂടി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്താനുള്ള കോളം വരും. അതിൽ നമ്മുടെ കുടുംബത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന വീട്ടിലുള്ള മൊബൈൽ നമ്പർ നൽകുക. ശ്രദ്ധിക്കുക, ഒരു ഫോൺ നമ്പർ ഒരു കുടുംബത്തിന് നൽകുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ തുടങ്ങാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ ചെയ്യുവാൻ സാധ്യമല്ല. അതിനുശേഷം OTP അടിച്ചതിന് ശേഷം നമ്മുടെ വിവരങ്ങളെല്ലാം നൽകുക. അതായത് ഒരു ചോദ്യാവലി ഉണ്ടാകും. ആ ചോദ്യാവലി കൃത്യമായി നൽകിയതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നതാണ്. ഉദ്യോഗസ്ഥർ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം കൃത്യമായി വെരിഫൈ ചെയ്തതിന് ശേഷം, അതായത് ഒരു 15 മുതൽ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരിക്കും അത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഓക്കെ അടിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓൺലൈൻ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് കൃത്യമായി തെറ്റുകൾ വരാതെ കാര്യങ്ങളെല്ലാം കൃത്യമായി നൽകുക. അതായത് ഭവന സെൻസസും കൂടി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലുള്ള ഭൗതിക സാഹചര്യം, അതായത് വീട് വൈദ്യുതീകരിച്ചതാണോ, അതുപോലെ TV, ഇലക്ട്രിസിറ്റി, അതേപോലെ ഗ്യാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളതിന് കൃത്യമായി വിവരങ്ങൾ നൽകേണ്ടതുക. അതുപോലെ തന്നെ അവർ വീടുകൾ വരുന്ന സമയത്ത് എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകുക. നമ്മുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ്, ആധാർ കാർഡോ മറ്റോ കയ്യിൽ കരുതൽ നിർബന്ധമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൗരത്വമടക്കമുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ രേഖകളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തൽ നല്ലതായിരിക്കാം. കാരണം ഭാവിയിൽ ചിലപ്പോൾ അത് ആവശ്യമായി വന്നിരിക്കാം. നിങ്ങളുടെ രേഖകളിലുള്ള വിവരങ്ങളെല്ലാം, പ്രത്യേകിച്ചും ആധാർ, തിരിച്ചറിയൽ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള രേഖകളിലെല്ലാം കൃത്യമാണെങ്കിൽ എസ് എന്നും, അതല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ അതെങ്ങനെ തിരുത്താം, അതല്ലെങ്കിൽ അതിനെന്താണ് പോംവൈ എന്ന് നമ്മൾ കൃത്യമായി പറയുന്നതായിരിക്കും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ A to Z Info എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനിലൂടെ അറിയുവാൻ സാധിക്കുകയുള്ളൂ.